ഹായ് ഗൈസ്, ഈ കറണ്ട് ബില്ലൊക്കെ കൂടുന്ന സമയത്ത് നമ്മുടെ പഴയ ഡിവൈസസ് ഒക്കെ കുറച്ചുകൂടി സ്മാർട്ട് ആക്കാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞു തരട്ടെ. അതാണ് ഈ ക്യൂബോ സ്മാർട്ട് പ്ലഗ്. സോ 850 രൂപയേ ഉള്ളൂ. ഇത് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും പഴയ ഡിവൈസ് അല്ല, നമ്മുടെ ഫ്രിഡ്ജ്, നമ്മുടെ AC അങ്ങനത്തെ കുറേ ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്മാർട്ട് പ്ലഗ് ഉപയോഗിക്കാം. ഇത് 16 ആംബിയറിൻ്റെ ഒരു സോക്കറ്റാണ്. ഇതിൻ്റെ 10 ആംബിയർ സോക്കറ്റ് ഉണ്ട്, നമുക്ക് നോർമൽ തേപ്പ് പൊട്ടിക്കും മിക്സിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് സ്മാർട്ട് ഡിവൈസ് ആണ്, അതുകൊണ്ട് വൈഫൈ കണക്ട് ചെയ്യാം, അലക്സ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൺസ്യൂമിങ് എത്രത്തോളം യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം, എത്രയുണ്ട് വോൾട്ടേജ് മനസ്സിലാക്കാം, ആംബിയർ അറിയാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇതിൻ്റെ വേറൊരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഷെഡ്യൂൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ചിലവർ ഓഫ് ചെയ്തിടും, ഒരു രാത്രി ഒരു 10 മണി തൊട്ട് രാവിലെ ഒരു 5 മണി വരെ. അതൊന്നും നമ്മളിനി എപ്പോഴും പോയി ഓഫ് ചെയ്യേണ്ട. ഈ സ്മാർട്ട് പ്ലഗിലാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ക്യൂബോയുടെ ആപ്ലിക്കേഷനും അത്യാവശ്യം നല്ലതാണ്. ക്യൂബോ പോലെ തന്നെ വിപ്രോയുടെയൊക്കെ സ്മാർട്ട് പ്ലഗുകൾ അവൈലബിൾ ആണ്. പക്ഷേ എന്താണ്, ഇത് നമ്മുടെ ഹീറോ ഗ്രൂപ്പിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് ഈ ക്യൂബോ. ഇവരുടെ ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വെഹിക്കിൾ ചാർജ് ചെയ്യുന്ന സമയത്ത്, ചാർജ് ചെയ്യുന്ന സമയത്ത് എത്ര യൂണിറ്റ് എടുക്കേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണിത്. അത് നമുക്കൊരു മന്ത്ലി സ്റ്റാറ്റസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് കിട്ടും. അതേപോലെ നമുക്ക് നമ്മുടെ വീട്ടിലെ വൈഫൈ കണക്റ്റഡ് ആണെങ്കിൽ ഇത് റിമോട്ടായിട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി അയ്യോ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ AC ഓഫ് ചെയ്യാൻ മറന്നുപോയി, ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വഴി ഓൾറെഡി നമ്മുടെ വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ.